കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടലമാവ് കൊണ്ടുള്ള ഒരു പക്കവടയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പക്കവടയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം കടലമാവുണ്ട്, പിന്നെ ഒരു കോഴിമുട്ട, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചിക്കൻ മസാല, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാനത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ്, അത് മുഴുവൻ തൊണ്ട് കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പക്കവടയ്ക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഇനി നമുക്കത് എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് പറയാം. നമുക്കിനി ഈ സവാള ചെറുതായി അരിഞ്ഞത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുക്കണം സവാള. അടുത്തതായി ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി അരിഞ്ഞതും, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മല്ലിയില ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി തിരുമ്മി സവാള നന്നായി വാട്ടിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നന്നായി തന്നെ തിരുമ്പി അത് വാടി വരണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ എത്രത്തോളം നമ്മളത് തിരുമ്പി വാട്ടണം അത്രയും ടേസ്റ്റ് കൂടുള്ള പക്കവടയ്ക്ക്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന 1/4 കിലോ കടലമാവാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്താലും മതി. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിതിപ്പോൾ ചിക്കൻ മസാല ചേർത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ എരിവുണ്ടാവില്ല, നല്ല കളറും കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കണേ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ചതച്ചെടുത്താക്കണതാണ്, നല്ല പൊടിയല്ല, ചതച്ചെടുത്തിരിക്കുന്ന കുരുമുളകാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതും കൂടി ഒന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കണം. വെള്ളം ഒന്നിച്ചൊഴിക്കരുത്, കുറേശ്ശെയായിട്ട് ആവശ്യത്തിന് ചെറിയ ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ എല്ലാ മസാലയും കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഈ പരുവത്തിൽ വേണം വെള്ളം, കണ്ടോ? ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വീഴാവുന്ന പാകത്തിന് വെള്ളം ചേർത്ത് വേണം എടുക്കാനായിട്ട്. അധികം കട്ടിയാവാൻ പാടില്ല. കട്ടിയായാൽ നമ്മുടെ പക്കവട നല്ല ഹാർഡായിട്ടിരിക്കും. ഇതുപോലെ ലൂസ് വേണം, കണ്ടോ? ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് അതും കൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കണം. നമ്മുടെ പക്കവട ഒരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കോഴിമുട്ട ചേർത്തിരിക്കുന്നത്. കോഴിമുട്ട കഴിക്കാൻ പറ്റാത്തവർക്ക് കോഴിമുട്ട ചേർക്കണമെന്നില്ല. കോഴിമുട്ട ചേർത്താലൊരു ക്രിസ്പി ആയിട്ടിരിക്കും, അതിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ പക്കവടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. കോഴിമുട്ട ചേർത്തപ്പോൾ കുറച്ചും കൂടി ലൂസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പക്കവട ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് അങ്ങനെ കിട്ടണത്. ഇനി നമുക്ക് പക്കവട ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കൂട്ടീന്ന് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പക്കവടയുടെ മസാലക്കൂട്ട് അധികം നേരം നമുക്ക് വെച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കൈയോടെ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. തീ എപ്പോഴും നമ്മൾ നോർമൽ ഫ്ലെയിമിലാക്കണം, പെട്ടെന്ന് അത് കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി നമുക്ക് ഈ മസാലക്കൂട്ടിന്ന് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. വലിയ ഉണ്ട പോലെ വരരുത്, ഇത് ചെറിയ ഇങ്ങനത്തെ കഷ്ണങ്ങളായിട്ട് വരാനേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
ഒട്ടിപ്പിടിച്ചിട്ടുള്ള കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊന്ന് വിടിവിച്ച് കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല. സാധാരണ നമ്മൾ ഉപയോഗിക്കണ ചേരുവകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്കിത് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതൊരു ഭാഗം തന്നെ കിടന്ന് കരിഞ്ഞു പോകും. നമ്മുടെ പക്കാവട ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ പക്കാവടയൊക്കെ ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ഈ ഓയിൽ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് വേപ്പില ഇതുപോലെ വറുത്തെടുക്കാം. വേപ്പില നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പക്കാവടയിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പക്കാവട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വടയാണ്. ചെറിയ ചൂടോടെ അത് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് എല്ലാവരും ചൂടോടുകൂടി തന്നെ കഴിക്കുക. പതിവ് പോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.